UDF ജയിക്കണം, കേക്കച്ചൻ തോക്കണം, മിഷൻ 250 തുടരുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നീതി തേടി നമ്മൾ ആരംഭിച്ച മിഷൻ 250യുടെ 72ാം ദിനമാണ് ഇന്ന്. ഈ 72 ദിവസത്തിലെത്തി നിൽക്കുമ്പോൾ ഈ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന ഈ നെട്ടൂരിലെ ഒതുക്കീശനുള്ള കൃത്യമായ തിരിച്ചടികൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അൻവർ അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞു, അൻവറിനെ തിരികെ എടുക്കേണ്ട ഗതികേട് വന്നു, അത് പ്രഖ്യാപിക്കേണ്ട ഗതികേട് വന്നു. തൻ്റെ സ്വന്തം കളിക്കൂട്ടുകാരിയും ബിനാമിയുമായ ആ UDF പാഞ്ചാലിയെ കൊച്ചിയുടെ മേയറായി കെട്ടിയിറക്കുവാൻ ശ്രമിച്ചു. അവസാനം അത് 8 നിലയിൽ പാളിപ്പോയി. അവർ ഇതാ ഒന്നുമല്ലാതായി മാറി. അതുപോലെ വിഷ്ണുപുരത്തെ UDFന്റെ അസോസിയേറ്റ് മെമ്പറായി എടുത്തു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അയാൾ ഇതാ വന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു, ഞാൻ അങ്ങനെ ഒരുത്തനും അപേക്ഷ കൊടുത്തിട്ടില്ല, എനിക്ക് വരാനും താല്പര്യമില്ല എന്ന് മുഖത്തടിക്കുന്നത് പോലെ പറഞ്ഞു. അങ്ങനെ ഓരോ നിലപാടും പാളിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ആവശ്യം ഈ മിഷൻ 250യുടെ ഈ ക്യാപ്ഷൻ നമ്മൾ ഒന്നുകൂടി ഒന്ന് പുതുക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കണം, കേക്കച്ചൻ തോക്കണം. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ UDF ഒരു തിരിച്ചുവരവ് നടത്തുമ്പോൾ ഈ കേക്കച്ചൻ നിയമസഭയിൽ ഉണ്ടാകാൻ പാടില്ല. എത്ര നേതാക്കന്മാരെ വെട്ടിയൊതുക്കി, എത്ര പേരെ പെൺഗണയിൽപ്പെടുത്തിയ ഇയാൾ യാതൊരു കാരണവശാലും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പാടില്ല, ആ നിയമസഭയുടെ പടി ചവിട്ടാൻ പാടില്ല. അതുകൊണ്ട് മിഷൻ 250യിൽ നമ്മൾ ഇന്നെടുക്കുന്ന പ്രതിജ്ഞ ഇതാണ്: UDF ഭരണം, കേക്കച്ചൻ മണ്ഡലത്തിൽ തോൽക്കണം. ഉറവിട മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് പോലെ ആ ഉറവിടമായ സ്വന്തം മണ്ഡലത്തിൽ തന്നെ ഇയാളെ 8 നിലയിൽ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് നാം മുന്നോട്ട് പോകുന്നത്. രാഹുലിനെ ഈ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കിയ സ്ഥിതിക്ക് രാഹുൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കേക്കച്ചന്റെ മണ്ഡലത്തിൽ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അതിനുള്ള സാധ്യത എല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. അദ്ദേഹം ഇതുവരെ ഒരു കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല, എങ്കിലും അതിനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരം രാഹുൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നാൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അതിന് സർവാത്മ പിന്തുണ നമ്മൾ നൽകുകയാണ്. മിഷൻ 250 ക്യാമ്പയിൻ തുടരുകയാണ്. ഇന്ന് ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ലഭിച്ച ജനങ്ങളുടെ ആ പ്രതികരണങ്ങൾ കേട്ട ശേഷം ഉടൻ മടങ്ങി വരാം. നമസ്കാരം സാർ. നമസ്കാരം. എന്റെ പേര് സാവിത്രി. സാർ, രാഹുലിന് സീറ്റ് കൊടുക്കൂലെന്ന് ഇപ്പൊ യൂട്യൂബിൽ കണ്ടു ഈ കേക്കച്ചൻ പറഞ്ഞതായിട്ട് ശരിയാണോ? അറിയാമോ വല്ലോ? അവൻ കൊടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അവന് മത്സരിക്കാൻ കേക്കച്ചന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട്. കേക്കച്ചന്റെ മത്സരത്തിൽ സ്വതന്ത്രനായിട്ട് രാഹുൽ മത്സരിക്കും. മത്സരിപ്പിക്കണം സാറേ. എന്തിനും കൂടെ സപ്പോർട്ട് ചെയ്താലും മത്സരിപ്പിക്കണം സാർ. അത് വായിച്ചപ്പോ എന്റെ ഹൃദയം പൊട്ടിപ്പോയി. സത്യമായിട്ട് അവൻ ജയിക്കുന്നത് ആദ്യമേ തീരുമാനിക്കട്ടെ. അവനെ തോപ്പിക്കണം. ഇപ്പൊ കണ്ട അവന്റെ അവസ്ഥ കണ്ടോ? ഇപ്പം അവൻ അൻവർ അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞു. അൻവർ കോൺഗ്രസിന്റെ ഭാഗമായി. അതുപോലെ തന്നെ അവന്റെ ബിനാമിയെ കൊച്ചി മേയറാക്കാൻ ശ്രമിച്ചു. അവള് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു ടൈമിൽ പോലും അവര് വരൂല. അവൻ ഓരോ മേഖലയിലും പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് അവന്റെ മണ്ഡലത്തിൽ അവൻ തോക്കണം. ദൈവമേ തോക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക സാറേ. ഞാൻ എറണാകുളത്ത് ഏലൂരാണ് താമസിക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പൊ കൊച്ചിയില് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയപ്പോ തന്നെ കേക്കച്ചൻ പറഞ്ഞത് ഇവരായിരിക്കും മേയർ എന്ന് പറഞ്ഞാണ് അവരെ നിർത്തിയത്. അതെ. ഇത്രയും കളങ്കിതായ ഇവന്റെ ബിനാമിയാന്ന് അവസാനം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോഴല്ലേ നാട്ടുകാരറിഞ്ഞത്? അതെ, പൊട്ടിത്തെറിയെന്നും പറഞ്ഞിട്ടുണ്ട്. കൊച്ചിയില് കോൺഗ്രസ് പൊട്ടിത്തെറി എന്ന് എഴുതിയേക്കുന്നത്. എങ്ങനെ പൊട്ടിത്തെറിക്കാതിരിക്കും? സാറേ, മാങ്കൂട്ടത്തിന് വേണ്ടി എല്ലാരും സപ്പോർട്ട് ചെയ്യണം സാറേ. തീർച്ചയായിട്ടും നമ്മുടെ മിഷൻ 250 ക്യാമ്പയിൻ അതിനു വേണ്ടി ഉണ്ടാണല്ലോ. ആ ക്യാമ്പയിൻ തുടരുക തന്നെ ചെയ്യും. യുവമാർ എന്തൊക്കെ തിരയുടെ കാണിച്ചാലും യുവമാരെ തനി നിറം നമ്മൾ തുറന്നു കാണിക്കും ജനങ്ങളെ. അതെ സാറേ, താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. പേര് വിശ്വകല. ഇപ്പൊ ഞാൻ ഒന്ന് പറയട്ടെ, അസൂയെന്ന് പറഞ്ഞ ഇതിന് അസൂയെന്ന് പറയുന്നത് ഭരിക്കാൻ കൊള്ളാവുന്ന ആൺപിള്ളേർ ഇവിടെ ആകരുത്. അതാ സത്യം. ഈ പിള്ളേരൊക്കെ നല്ല ഭരിക്കാനും രാജ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഒക്കെ പറ്റിയ പിള്ളേരാ. അപ്പൊ ഇവരെ കൊണ്ടുവരാൻ ഇവർക്ക് ഇപ്പൊ ഭയങ്കര പാട്. കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ ചതിക്കുന്നത് കണ്ടില്ലേ? നല്ല ഒരു ചതിയല്ലേ ഇത്? എത്ര വലിയ ചതിയാ. അതുപോലെ തന്നെ ആ പെണ്ണൊരുത്തി ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത്. പെണ്ണിനൊരു നിയമം, ആണിനൊരു നിയമം. നാണം കെട്ടില്ലേ?
ആ നാണം കേട്ട് കാലത്തെ ന്യൂസിൽ ഞാൻ കണ്ടായിരുന്നു, എറണാകുളത്തെ പ്രശ്നമൊക്കെ ന്യൂസിൽ കണ്ടു. ഇപ്പൊ നാണം കെട്ടില്ലേ ഇതൊക്കെ? അൻവർ ഇപ്പം UDF കയറുക എന്ന് പറഞ്ഞാൽ ഇവന്റെ മുഖത്തിനുള്ള അടിയല്ലേ? ഇവൻ അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞാ. ആ അത് തന്നെ അടഞ്ഞ അധ്യായമാണ് ഇത്. അങ്ങനല്ല, അതിന്റെ പ്രശ്നം എന്താന്ന് കേട്ടാ, മാങ്കൂട്ടം എങ്ങനെയാണേലും വരരുത്. കാരണം അവൻ ശക്തനായ ഒരു നേതാവാണ്, അതിശക്തൻ എന്നൊക്കെ ഞാൻ വേണമെങ്കിൽ പറയും. ഷാഫി പറമ്പിലൊക്കെ ശക്തനായ നല്ല ഒന്നാം തരം നേതാക്കൾ. ഇവന്മാര് വന്ന ഇവരുടെ കള്ളത്തരമൊക്കെ പൊളിയും. അൻവറാണെങ്കിൽ ഒരു കള്ളനിയാണ്. അവന് ഒരു രണ്ട് ഭാഗത്ത് മാറി മാറി ഇരിക്കുന്നവനെ ഈ അൻവർ. അപ്പൊ ഇവനെയൊക്കെ കൊണ്ടുവന്ന് ഇവരുടെ കള്ളക്കളികളൊന്നും പൊളിയാൻ പോകുന്നില്ല. മറ്റവർ വന്നാൽ പൊളിയും. അതൊക്കെയാണ് അതിന്റെ സത്യം. ഇപ്പൊ സ്വർണ്ണപ്പാളി തന്നെ, ഞാൻ ശബരിമല പ്രശ്നം തന്നെ ഞാൻ പറഞ്ഞല്ലോ, അയ്യപ്പൻ എന്താന്നേലും ഇതെല്ലാം കാണാണ്ട് പോകില്ലല്ലോ. ഞാൻ ആദ്യം മുതലേ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞല്ലോ. അതൊക്കെ ഇപ്പൊ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലെ ശബരിമല ഞാൻ പറഞ്ഞു ഇതെല്ലാം ദൈവം കാണാണ്ടാ പോന്നേ എന്ന് പറഞ്ഞോണ്ട് രാഹുലിനും ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലേ, ഇല്ലാണ്ടൊന്നും പോവില്ല. ദൈവം എന്താന്നേലും രക്ഷിക്കുന്നതന്നെ എന്റെ പ്രാർത്ഥന. എന്നെങ്കിൽ അതുപോലെ ജാമ്യം കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ജാമ്യം കിട്ടുമെന്ന് തന്നെ എന്റെ ഇപ്പോഴത്തെയും പ്രതീക്ഷ. ഇവന്മാരൊക്കെ സംഘടിച്ച് നിന്ന് ഇവനെ ജയിലിലാക്കാൻ നോക്കി, അവസാനം നാണം കെട്ടില്ലേ? ഇപ്പം ഓരോന്നായിട്ട് കേക്കച്ചന് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? അതെ കേക്കച്ചന് ഇത് ആവശ്യം തന്നെയാണ്. ആ രമേശ് ചെന്നിത്തലയാണെങ്കിൽ കൂടെ നിന്നിട്ട് അയാൾ പറയുന്നതൊക്കെ കേൾക്കുകയാണോ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ചെന്നിത്തല ചെങ്ങന്നൂരടുത്ത് തന്നെ ചെന്നിത്തല, അയാളുടെ നാടായി ചെന്നിത്തല, അതായിരിക്കും പേരോടെ ചേർന്ന് ചെന്നിത്തല എന്ന് പറഞ്ഞു. എനിക്ക് ചെന്നിത്തല അറിയാം, പന്തളം അറിയാം. പന്തളം അയ്യപ്പൻ ജനിച്ചു വളർന്ന നാട്, ഇതെല്ലാം നമുക്കറിയാവുന്ന ഏരിയയാണ്, നമുക്കിതെല്ലാം അറിയാം. പക്ഷെ ഇങ്ങനെ ഒരാളെങ്കിലും ചതിക്കരുതെന്നേ ഞാൻ പറഞ്ഞോളൂ. ഇവരുടെ എത്ര വലിയ ചതിയാണെന്നറിയോ? കൂടെ നിന്നവരെ തള്ളി പറയുക, ഇതൊക്കെ ഞാൻ പറയുന്നത്. ഇവരൊക്കെ തനിയെ സ്വതന്ത്രനായിട്ട് മത്സരിക്കണം. രാഹുൽ ഇപ്പൊ ഈ കേക്കച്ചന്റെ മണ്ഡലത്തിൽ സ്വതന്ത്രനായിട്ട് മത്സരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ജയിക്കും, തീർച്ചയായിട്ടും ജയിക്കും. ഞാൻ പറയുന്നു 100% ഞാൻ പറയുന്നു ജയിക്കും. കര കയറുമെന്നുള്ളതിന് സംശയമേ വേണ്ട. കാരണം അവനൊരു ഒരു MLA എന്ന രീതിയിലല്ല വീടുകൾ കയറി വോട്ട് ചോദിക്കുന്നു. സാധാരണ സഹാക്കന്മാർ പോകുന്ന പോലെ വീടുകളിൽ കയറി വോട്ട് കേൾക്കുന്നു, പിടിക്കുന്നു. ഞാൻ പറയുന്നത് സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും പിള്ളേരാണെങ്കിലും ശരി, ഒരു അമ്മ എന്ന രീതിയിൽ, സഹോദരൻ എന്ന രീതിയിൽ മാത്രം കാണുക. കാരണം അവന്റെ ലൈഫ് തകർക്കരുത് എന്നൊരു ഉദ്ദേശം മാത്രമേ ഞാൻ ഇതിൽ കാണുന്നുള്ളൂ. ഈ കൂടെ പോകുന്നവര് എങ്ങോട്ട് ചെന്ന ഈ ചതി നടത്തിയിരിക്കുന്നത്. പിന്നെയുള്ള കേസൊന്നും അവരറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു കേസുള്ളതാണെന്ന് അവർ പറയുന്നുണ്ട്. അത് അവർ തന്നെ ഡയറക്റ്റാ പറയുന്നുണ്ടല്ലോ. അവിടെ ഒന്നും ഒരു കള്ളം പറച്ചിലോ ഒന്നും മാങ്കൂട്ടത്തിൽ എനിക്ക് തോന്നിയില്ല. ആണുള്ള കാര്യം പറഞ്ഞു. സാറിന് അങ്ങനെ വല്ല കള്ളത്തരമായിട്ട് തോന്നുന്നു? ഇല്ലല്ലോ. കാരണം തല ഉയർത്തി പിടിച്ച് തന്നെ ഒരു വർത്തമാനം. അതുകൊണ്ടല്ലേ ഇയാള് വേട്ടയാടപ്പെടുകാൻ തോന്നിയോണ്ടല്ലേ നമ്മൾ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത്. അതല്ലാതെ പുള്ളിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ പുള്ളിയെ വെള്ളം പൂശാനുള്ള ശ്രമമല്ലോ. ഇയാളെ ഭയക്കുന്ന ഈ കേക്കച്ചനും സംഘവും ഇവനെ വളഞ്ഞിട്ട് തീർക്കാൻ ശ്രമിക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇപ്രകാരം ഒരു ക്യാമ്പയിൻ തുടങ്ങിയത്. അതെ ഓക്കെ. ഇനി ഞാൻ ഒന്ന് പറയട്ടെ, ഇവർക്ക് ഈ കേസ് അല്ലാതെ വേറൊരു കേസ് മാങ്കൂട്ടത്തിന്റെ പേരിൽ എടുക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത്, ഒരു കള്ളത്തരവോ ഒരു അഴിമതിയോ എന്തെങ്കിലും എടുക്കാൻ ഇവർക്ക് പറ്റുമോ? ഇല്ല, അങ്ങനെ ഒരു കേസ് ഇല്ല. മനസ്സിലായില്ലേ? പെണ്ണ് കേസ് വെച്ചിട്ടാണ് ഇപ്പൊ ഈ കള്ളത്തരം. ഈ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് തന്നെ കേൾക്കുന്നവർക്ക് ബുദ്ധിയുള്ളവരാണെങ്കിൽ അങ്ങനത്തെ കേസുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 23 എനിക്കത് സംശയമായിട്ടല്ല. അതുകൊണ്ടല്ലേ കോടതി പ്രഥമ ദൃഷ്ടിയാ തന്നെ ഇതിനകത്തൊരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നും പറഞ്ഞ് പ്രഥമ ദൃഷ്ടിയാ തന്നെ തള്ളിക്കളഞ്ഞത്. അതുകൊണ്ടല്ലേ മുൻകൂർ ജാമ്യം കൊടുത്തത്? അതുകൊണ്ടല്ലേ ഇത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിലാണെന്ന് വ്യക്തമാണെന്ന് പറഞ്ഞാണ് കോടതി ഇവന്മാർ ഇത്രയും ബഹളം വെച്ചപ്പോഴും രാഹുലിന് ജാമ്യം കൊടുത്തത്. ജാമ്യം കൊടുത്തത്. അപ്പൊ ഇനി 7-ാം തീയതിക്ക് മാറ്റി വെച്ചിരിക്കുന്ന 7-ാം തീയതി ജാമ്യം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷ. അത് കോടതി ഇവന്മാരുടെ കള്ളക്കേസ് പൊളിയുമെന്ന കാര്യത്തിൽ ഇവരുടെ ആവശ്യം എന്തായിരുന്നു? ആ ശബരിമലക്കുള്ള തെരഞ്ഞെടുപ്പ് സമയത്തിൽ ഒന്ന് ശ്രദ്ധ തിരിക്കണം. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വലിയൊരു ബഹളം ഉണ്ടാക്കണം. ഇവന്മാരുടെ ഭരണ വിരുദ്ധ വികാരം അതല്ലെങ്കിൽ ഭരണപരാജയം മറയ്ക്കാനുള്ള ഒരു ഇതുപോലൊരു കേസ് ആവശ്യമാണ്. കേക്കച്ചനെ സംബന്ധിച്ചോളം ഈ പ്രകാരം ഒരു സാധനം എടുത്ത് പിണറായിക്ക് ഇട്ടുകൊടുത്ത് പിണറായിയെ രക്ഷിക്കാൻ പിണറായി അതെടുത്ത് ഉപയോഗിച്ചു. പക്ഷെ ഇത് മനസ്സിലാക്കിയ ജനങ്ങള് പിണറായിക്ക് കൃത്യമായ മറുപടി കൊടുത്തു. കേക്കച്ചോട്ടുള്ള പണി ഇനിയുമാണ് ജനങ്ങൾ കൊടുക്കാതിരിക്കുന്നത്. UDF ജയിക്കും, കേക്കച്ചൻ തോക്കും. അത് തന്നെ നടക്കാൻ പോകുന്നത് സത്യത. നമ്മുടെ ക്യാമ്പയിൻ ഇനി ഇതാണ്: UDF ജയിക്കണം, കേക്കച്ചൻ തോക്കണം.
കേക്കച്ചൻ തോക്കണം, അതായിരിക്കണം നമ്മുടെ ക്യാമ്പയിൻ. ഈ പിള്ളേര് വരണം, ഈ പിള്ളേര് മൂന്നും വരണം. അതെ, ചാണ്ടി ഉമ്മനും വരണം, ഷാഫി പറമ്പിലും വരണം. ഷാഫി പറമ്പിലൊക്കെ മിടുമിടുക്കന്മാരാണ്, ഒരു കുറവ് പറയാനില്ല. സത്യം പറയാൻ രാഹുൽ മാങ്കൂട്ടമൊക്കെ നല്ല നല്ല പിള്ളേരാണ്. ഇവന്മാരുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യനാണോ ഈ കേക്കച്ചൻ? ഓ, എന്ത് യോഗ്യത! ഇപ്പോഴും തന്നെ പാലക്കാട് ജയിച്ചില്ലേ, വലിയ സീറ്റ് കിട്ടിയില്ലെന്ന് ജയിച്ചില്ലേ, അവന്റെ മണ്ഡലത്തിലും ജയിച്ചില്ലേ, എന്താ ഒരു കുഴപ്പം? എന്നിട്ട് ഈ കേക്കച്ചന്റെ സ്വന്തം വാർഡില് ജയിച്ചത് BJP ആണ്. ഒന്ന് ഓർത്ത് നോക്കി, സ്വന്തം വാർഡിൽ UDF ജയിപ്പിക്കാൻ കഴിവില്ലാത്തവനാണ് ഇവൻ കേരളത്തിൽ UDF നയിക്കാൻ നിൽക്കുന്നത്. അതെ അതെ, സ്വന്തം വാർഡില് ഞാൻ കേട്ടായിരുന്നു, സ്വന്തം വാർഡില് UDF ജയിച്ചില്ല, BJP ജയിച്ചെന്ന്. അത് ഞാൻ വാർത്തയിൽ അന്നേരം കേട്ടായിരുന്നു. അവനാണ് ഈ വലിയ വായ്ത്താളം വിടുന്നത്. പിന്നെ അടൂരിൽ വന്ന് ചെന്നൈയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടുകാരൻ തോറ്റെന്ന് 11 മണിക്കാണ് ഞാൻ വാർത്ത കണ്ടു. അതും ഒരു തിരിച്ചടിയായി പോയി, രണ്ടും പറയാൻ. പിന്നാണെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേരി വരെ പുള്ളിക്കാരന് ഭയങ്കര സ്വീകരണമൊക്കെ ആയിരുന്നല്ലോ മാങ്കൂട്ടത്തിൽ. പറഞ്ഞ അവനെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അത്രയും നല്ലൊരു കുട്ടിയാണ്. ഞാൻ കുട്ടി എന്ന് പറയുന്നത് എനിക്കൊരു 50 വയസ്സൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ആ ഒരു രീതിയിലല്ലേ നമ്മൾ വർത്തമാനം പറയാൻ പറ്റും. ഞാൻ അങ്ങനെ പറയും. ഞാൻ പറയുന്നത് ഈ സ്ത്രീകളെന്ന് പറയുന്നത് അവർക്ക് മാത്രം ഒരു അധികാരമൊന്നും പറഞ്ഞൊന്നും ഇല്ല. ഇപ്പൊ കുറെ അധികാരങ്ങൾ സ്ത്രീകൾക്ക് കൊടുത്തു. ഇത് രണ്ടുപേരും ഒത്തൊരുമിച്ച് എല്ലാം ചെയ്തിട്ട് അവസാനം മാങ്കൂട്ടം മാത്രം എങ്ങനെ തെറ്റുകാരനാവുന്നു എന്നാ എന്റെ ചോദ്യം. അതാണ് ജനങ്ങളുടെ എല്ലാവരുടെയും ചോദ്യം. എന്നിട്ട് ഇവന്റെ ഉത്തമ ബോധ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആരോപണം വന്ന ഉടൻ തന്നെ ഇവൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതോടുകൂടിയാണ് ഈ പ്രതിസന്ധി മൊത്തം ഈ കോൺഗ്രസിന് മൊത്തം. പക്ഷെ ഇവന്മാരോർത്തു ഈ തെരഞ്ഞെടുപ്പിന് എന്തെങ്കിലും ഒരു പരാജയം ഉണ്ടാകുമായിരുന്നെങ്കിൽ അതെല്ലാം ഇത് രാഹുലിന്റെ മണ്ട കെട്ടി വെച്ചന് ഇവന്മാര്. രാഹുൽ വിഷയം കൊണ്ടാണ് പാർട്ടി ചെയ്ത്. പക്ഷെ ഇപ്പൊ ഇനി ഇവന്മാർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇത്രയും വിജയം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ രാഹുൽ വിഷയം ജനങ്ങൾ തള്ളിക്കളഞ്ഞു, ജനങ്ങൾ രാഹുലിനെ അംഗീകരിച്ചു, രാഹുലിന്റെ കൂടെ ഒപ്പമാണ് എന്നതിന്റെ തെളിവാണ്. അതാണ് മൂന്നിരത്തരമാണല്ലോ. എത്രയോ പേരാണ് അന്ന് രാഹുലിനെ പറ്റി നല്ലത് പറയുന്നത്. ഓരോരുത്തർക്ക് അങ്ങ് സന്തോഷം കൊണ്ട് തുള്ളുക ഉള്ളത് പറയാം. രാഹുൽ ഈശ്വർ ജയിലിൽ കിടന്ന്, രാഹുൽ ഈശ്വറിനെ എനിക്ക് കറക്റ്റ് എന്താന്ന് എനിക്ക് ഇനി മനസ്സിലായിട്ടില്ല. കറക്റ്റ് എനിക്ക് അവരുടെ പോയിന്റ് എനിക്ക് ഒത്തിരി മനസ്സിലായിട്ടില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ആണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ദിലീപിനെ പൊക്കി പറഞ്ഞുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. ശരിയോ തെറ്റോ എനിക്കറിയത്തില്ല. പക്ഷെ ജയിലിൽ കിടന്ന് വെല്ലുവിളിച്ച്, പക്ഷെ ഈ പറഞ്ഞ അവനെ വലിയ പഞ്ചപുഷ്പം അവന്റെ പേരില്ല ഇതിനകത്ത്. അവര് തമ്മിലുള്ള വൈരാഗ്യം തന്നെ ഇത്രയും പ്രശ്നവും നമുക്കൊക്കെ അറിയാം. നമുക്കെന്നല്ല എല്ലാ ജനങ്ങൾക്കും കേരളത്തിൽ അറിയാവുന്ന പൊതുവെ ഈ അതിജീവിത പ്രശ്നം എല്ലാവർക്കും അറിയാവുന്നു. അപ്പൊ ഇതിനകത്ത് ദിലീപിന്റെ പേര് എവിടെ പോയെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പൊ അവനെ പൊക്കി പറഞ്ഞത് രാഹുൽ ഈശ്വർ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായി ഉള്ളത് പറയാൻ. അത് ശരിയോ തെറ്റോ അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന്റെ കേസ് ശരിയാണ്, അതിനൊരു സത്യമുണ്ട്. ആ സമയത്ത് ആ സ്പോട്ടിൽ ആണെങ്കിൽ സ്റ്റേഷനിൽ പോകുന്നു, കേസ് കൊടുക്കുന്നു. ഇതങ്ങനെയല്ലല്ലോ. 4 മാസം കഴിഞ്ഞ് വന്നോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കള്ളഗർഭം ഉണ്ടാക്കുക. ഇത് ശരിயான ഗർഭമാണോ, ഇതൊക്കെ സത്യമാണോ എന്നൊക്കെ എങ്ങനെ അറിയുന്നേ? അതെല്ലാം പോലീസ് അന്വേഷിച്ച് കോടതി തെളിയിക്കുന്നതിന് മുമ്പേ ഇവന്മാര് വിചാരണയും കഴിഞ്ഞു, ശിക്ഷയും വിധിച്ചു കഴിഞ്ഞു. ആ ധൃതി കാണുമ്പോഴല്ലേ നമ്മള് പ്രതികരിച്ചു പോകുന്നത്. അതാണ് പറയുന്നത്. അവൻ നല്ല, ഞാൻ പറയും ഇന്നും അന്നും ഞാൻ പറയും, നല്ല മിടുക്കനാ. ഷാഫി പറമ്പിൽ ഇവരൊക്കെ നല്ല ചാണ്ടി ഉമ്മനൊക്കെ മിടുക്കന. ഇവരെയൊക്കെ രംഗത്ത് കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നത്. UDF ജയിക്കണം, കേക്കച്ചൻ തോൽക്കണം എന്ന ഈ ക്യാമ്പയിനിൽ നിങ്ങളുടെ നിലപാടുകൾ ഞങ്ങളെ അറിയിക്കാം. താഴെ സ്ക്രോൾ ചെയ്യുന്ന 9746114444 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കാം. അതുപോലെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താം. i2i ന്യൂസ് റിയാക്ട് 4i പ്രതികരിക്കാൻ ഒരിടം. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.